GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് പാമിസ്ട്രിയുടെ വീഡിയോ. ഇന്നും അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പാമിസ്ട്രി, അസ്ട്രോളജി, സ്പോക്കൺ ഹിന്ദി, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. കോമഡിയുണ്ട്, യോഗ ഉണ്ട്, മറ്റ് ഇതര വീഡിയോകളുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം 3-4 സിമ്പിളിനെ പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ ഒരാളുടെ കയ്യിൽ വരും. ചില ബാഹ്യമുള്ള ആളുകളുടെ കയ്യിൽ എല്ലാ സിമ്പിളുകളും കാണും. അതായത് ഹസ്തരേഖയിൽ പറഞ്ഞിട്ടുള്ള ഇന്നോളം കണ്ടുപിടിച്ചിട്ടിരിക്കുന്ന എല്ലാ സിമ്പിളുമുള്ള രേഖകളുള്ളവർ വരെ ഈ ലോകത്തുണ്ട്. പിന്നെ അവരുടെ ചില സമയങ്ങളിലെ ദോഷങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് മാത്രമാണ് അവരുടെ ബാഹ്യങ്ങൾ വൈകി നിൽക്കുന്നത്. പക്ഷേ അവ അർഹതയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് 3-4 സിമ്പിളുകളെ പറ്റിയാണ്. അത് വന്നു കഴിഞ്ഞാൽ കൈരേഖയിൽ അങ്ങനെ ഒരു സിമ്പിൾ ഇപ്പോൾ നിലവിൽ ആരുടെയും കൈകളിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണെന്നും, ഒപ്പം ഇനി ഭാവിയിൽ എപ്പോഴേലും വന്ന് കാണുകയാണെങ്കിലും മുമ്പുണ്ടായിരുന്നത് മാഞ്ഞു പോയി അങ്ങനെയാണെങ്കിലും ഇതിനർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമേജുകൾ വരച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതെങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് വരികയാണ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിനി ആ ഇമേജിലേക്ക് പോകാം. ഇതാണ് ആ ഇമേജ്, ഞാൻ വരച്ചിട്ടുള്ള ഇമോജി ഇതാണ്. അപ്പോൾ ഒരു കൈയുടെ ഒരു സിമ്പലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്നും പതിവ് പോലെ പറയാനുള്ള കാര്യം ഇതാണ്: പുരുഷന്മാർ അവരുടെ വലത് കൈ നോക്കുക, സ്ത്രീകൾ അവരുടെ ഇടത് കൈ നോക്കുക. അപ്പുറവും അപ്പുറവും മാറിയാണ് സിമ്പിൾ കിടക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല. ഇടത് കൈയിലാണ് ഈ സിമ്പിൾ കാണുന്നത് പുരുഷന്മാർക്കെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല. വലത് കൈയിൽ കാണുകയാണെങ്കിൽ മാത്രമേ പുരുഷന്മാർക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകളുടെ വലത് കൈയിലാണ് കാണുന്നതെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല. ഇടത് കൈ കാണുകയാണ് മാത്രമേ ഉപകാരമുള്ളൂ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ആദ്യമായിട്ട് വീണ്ടും പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഈ കാണുന്നതാണ് ആയുർരേഖ, ഈ കാണുന്നതാണ് ബാഹ്യരേഖ, ഈ കാണുന്നത് നമ്മുടെ ശിരോരേഖ, ബുദ്ധിരേഖ എന്ന് പറയും. ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ. ആയുർരേഖ നമ്മുടെ ജീവിതകാലവും, ബാഹ്യരേഖ നമ്മുടെ ബാഹ്യങ്ങളും, ഇവിടെ ശിരോരേഖ നമ്മുടെ ബുദ്ധിയും വിദ്യാഭ്യാസം തുടങ്ങിയവയും, ഹൃദയരേഖ നമ്മുടെ ആരോഗ്യത്തെയും അവിടെ നിയന്ത്രിക്കുന്നു. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാഹ്യരേഖയും ആയുർരേഖയും ഹൃദയരേഖയും ബുദ്ധിരേഖയും ഒക്കെ നേരത്തെ തന്നെ വിശകലനം ചെയ്തിട്ടുണ്ട്. അത്ര നമ്മൾ സീരിയസ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ നല്ലതാണെങ്കിൽ നമ്മുടെ ഹൃദയരേഖ നല്ല രീതിക്ക് ഇരിക്കും. നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് നമ്മുടെ ആയുർരേഖ നല്ല രീതിയിലെത്തും. നല്ല ചിന്തകളും കൊണ്ട് നമ്മൾ മനസ്സ് നിറച്ചാൽ മതി. ഭാഗ്യരേഖകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ ഭാഗ്യത്തെപ്പറ്റി നന്നായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാഗ്യം തെളിഞ്ഞു വരും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സിൽ ടെൻഷനുകളൊന്നും വരാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈകളിൽ ദ്വീപ് ചിഹ്നമുണ്ടോ? ദ്വീപ്, അതായത് ഒരു ചെറിയൊരു ത്രികോണവുമല്ല, ഒരു നെൽമണിയുടെ രൂപം. ഒരു നെൽമണിയുടെ രൂപത്തിൽ ചില രേഖകൾക്ക് നടുവിലായിട്ട് ഒരു ചെറിയ ഒരു വൃത്തം, നീളത്തിലുള്ള ഒരു വൃത്തം കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ദ്വീപ്, ആദ്യമായിട്ട് ഞാൻ ഒരു ദ്വീപിനെ കാണിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ദ്വീപിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കൈകളിൽ ദ്വീപ് വന്നാൽ എന്താണ് ഇത് വരുന്നത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് നമ്മുടെ തള്ളവിരലിൻ്റെ ഈ ഒരു മടക്ക് വശത്തായിട്ട് ഈ രീതിയിലൊരു ദ്വീപ് കാണുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നുള്ളതാണ്. ഈ ദ്വീപ് ചിലർക്ക് ഇവിടെ ഒരു വര മാത്രമേ കാണൂ. എല്ലാ ആളുകൾക്കും ദ്വീപ് കാണാറില്ല. കാരണം ഇത് ഇങ്ങനെയാണ് ഈ ദ്വീപിൻ്റെ ഷേപ്പ് ഇരിക്കുക. ഈ ദ്വീപ് ഇടയ്ക്ക് കൂടി ഒരു നടുക്കൂടി ഒരു വരയുണ്ടെങ്കിൽ അതത്ര ശുഭകരമല്ല. കാരണം അത് ആ ദ്വീപ് ആയില്ല, പൂർത്തീകരിക്കുന്നില്ല. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പോട് കൂടി ഇതേ രീതിയിലുള്ള ലൈനാണ് നിൽക്കുന്നതെങ്കിൽ അത് പണത്തിൻ്റെ വരവാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രായപൂർത്തിയായ ശേഷമാണ് ആ പണത്തിൻ്റെ വരവ് കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ നമ്മുടെ ഹൃദയരേഖയിൽ ഇതുപോലെ ത്രികോണങ്ങൾ വരികയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന ഭാര്യ വളരെയധികം പണമുള്ള വ്യക്തിയായി തീരുമെന്നും ആ വ്യക്തിയുടെ പണത്തിലൂടെ പുരുഷന്മാർക്ക് ധാരാളം സമ്പത്തും സ്വത്തുവകകളും കിട്ടുമെന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു. വിവാഹത്തിന് ശേഷമാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഉയരുക. അതിനുള്ളതാണ് ഈ കൊച്ചു കൊച്ചു ത്രികോണങ്ങൾ നമ്മുടെ ഹൃദയരേഖ വരുന്നത്. ഇത് കണ്ട് ചിലർ പേടിക്കാറുണ്ട്. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് ചിലർ പേടിക്കാറുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നമല്ല. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ഭാര്യ, അതായത് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഭവനത്തിൽ നിന്നാണെങ്കിലും വിവാഹത്തിന് ശേഷം ഭാര്യയുടെ വിദ്യാഭ്യാസത്തിലൂടെ വലിയ ജോലിയിൽ എത്തിച്ചേരുകയും അതിൻ്റെ പങ്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന വലിയൊരു ബാഹ്യമാണ് ഈ കാണിക്കുന്നത്. ഉയർന്ന പൊസിഷനിലേക്ക് ഭാര്യ പോകുന്നതുകൊണ്ട് തന്നെ ഭർത്താവിനും കൂടുതൽ പണം ലഭിക്കുന്നു എന്നുള്ള തെളിവാണിത്. എങ്ങനെയാണെങ്കിലും വരുമാനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും എന്നുള്ള തെളിവ്.
അടുത്തായിട്ട് നിങ്ങൾക്ക് വിദേശവാസ യോഗ്യം, വിദേശത്ത് പോകാനുള്ള യോഗം, നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അതാണ് ഈ കാണുന്ന ലൈൻ. മനസ്സിലായോ? ഈ കാണുന്ന ലൈനാണ് ഈ വിദേശത്തേക്ക് പോകാനുള്ള യോഗം. അതായത് നിങ്ങളുടെ മോതിരവിരലിൻ്റെ താഴെയായിട്ട് വലത് കൈ, പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഇടത് കൈ ഇതുപോലൊരു ലൈൻ കാണുകയാണെങ്കിൽ അതിനർത്ഥം വിദേശത്ത് കുറച്ച് കാലഘട്ടം നിങ്ങൾ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത്. വിദേശം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്താകാം, ഇന്ത്യക്ക് പുറത്താകാം, മനസ്സിലായോ? എവിടെ വേണേലും ആവാം. ജനിച്ച സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സംസ്ഥാനത്താകാം. അതാണ് വിദേശയോഗം എന്ന് പറയുന്നത്. അല്ലാതെ രാജ്യം വിട്ടു പോകുന്നത് മാത്രമല്ല വിദേശയോഗം എന്ന് പറയുന്നത്. കുറേ കാലത്തേക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായി, വിദ്യാഭ്യാസ സംബന്ധമായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താമസത്തിൻ്റെ കാര്യങ്ങളായിട്ട്, അതായത് ജീവിക്കാനായിട്ട് വീട് എടുക്കുന്ന കാര്യത്തിനും ജീവിതത്തിലും ഇപ്പം മാതാപിതാക്കളുടെ ജോലി കാരണം ഷിഫ്റ്റായി പോവുക, അല്ലെങ്കിൽ വിവാഹശേഷം ഷിഫ്റ്റായി അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോയി നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായ യോഗം. അതായത് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽഡ് അല്ല, തിരിച്ചു വരണം. അപ്പോൾ തിരിച്ചു വരാനുള്ള, ഗൾഫിലൊക്കെ പോകുന്നു, തിരിച്ചു വരാനുള്ള യോഗമാണ്. അതായത് വിദേശത്ത് കുറച്ച് വർഷങ്ങൾ ചിലവഴിക്കും എന്നുള്ളതിൻ്റെ രേഖയാണ് ഈ കാണുന്ന സിമ്പിൾ. ഞാൻ ചൂടെ അടുപ്പിച്ച് കാണിക്കാം. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇതാണ് ഈ പറയുന്ന 3 സിമ്പിൾ. ഇത്രയും സിമ്പിൾ ഒന്നിച്ചൊന്നും വരാറില്ല, വരുന്നവരും ഉണ്ട്. ആ പറയുന്നവരുടെ ജീവിതം വല്ലാത്തൊരു രീതിയിലേക്കും കടന്നു പോകുന്നു. കാരണം എല്ലാ സിമ്പിളും കൂടി ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഭാഗങ്ങൾ പല ഭാഗത്തുനിന്ന് വരുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുത സന്തോഷം, ഒരു വസ്തുത ദുഃഖം, ഒരു വസ്തുത ഭാഗ്യം, അങ്ങനെ പല കാര്യങ്ങളും ഒന്നിച്ച് ലഭിക്കും. അത് ചില സമയങ്ങൾ നമുക്ക് സന്തോഷമല്ല തരിക, ചിലപ്പം ദുഃഖം തരാൻ സാധ്യതയുണ്ട്, ബുദ്ധിമുട്ട് വരുത്താൻ സാധ്യതയുണ്ട്. കാരണം കലാപരമായ ഒരു കഴിവ് ഭയങ്കരമായിട്ട് നിൽക്കുന്നു, വേറൊരു വസ്തുക്ക് ബാഹ്യം നിൽക്കുന്നു, വേറെ തൊഴിലിൻ്റെ സാധ്യത കാണിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതം പല രീതിയിലേക്ക് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും. അത് വളരെ ടെൻഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പം അതുപോലെ രേഖകൾ വരുന്നവർക്ക് മാത്രമേ അത്തരം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇപ്പം നമ്മുടെ വിഷയം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇതെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പം പാമിസ്ട്രിയുടെ ഒരു വീഡിയോയിൽ ഞാനിവിടെ കൃത്യമായ കാര്യങ്ങൾ ഡീറ്റെയിൽ പറയുന്നത് തീർന്നിട്ടില്ല. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പാമിസ്ട്രി വീഡിയോ കഴിഞ്ഞപ്പം ഞാൻ ഇമേജ് കാണിച്ച ശേഷം ഞാൻ പറഞ്ഞിരുന്നു 27 നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവത്തെപ്പറ്റി ഞാൻ പറഞ്ഞത്. അതായത് സ്ത്രീകളുടെ പൊതു സ്വഭാവം, പുരുഷന്മാരുടെ പൊതു സ്വഭാവവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ചുള്ള പൊതു സ്വഭാവത്തെപ്പറ്റി ഞാൻ ആസ്ട്രോളജി 2025 പറഞ്ഞൊരു പ്ലേലിസ്റ്റ് താരക്കിട്ടണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പാമിസ്ട്രി മനസ്സിലാക്കാനായിട്ട് ഞാൻ പാമിസ്ട്രി മല്ലു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഞാനൊരു പ്ലേലിസ്റ്റ് താരക്കിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത പാമിസ്ട്രിയുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാമിസ്ട്രി മാത്രമായിട്ട് കാണും. പാമിസ്ട്രി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മറ്റ് വിഷയങ്ങൾക്ക് ഞാൻ ഓരോന്നിനും പ്ലേലിസ്റ്റ് ഇറക്കുന്നുണ്ട്. സ്പോക്കൺ ഹിന്ദിക്ക്, പാമിസ്ട്രിക്ക്, ആസ്ട്രോളജിക്ക്, കോമഡിക്ക്, യോഗയ്ക്ക്, അങ്ങനെ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റുകൾ അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ചില മറുകളുടെ ലക്ഷണം കൂടി ഞാൻ ഇവിടെ സംസാരിക്കാൻ പോവുകയാണ്. ചില മറുകൾ നമ്മുടെ ഈ നേരെ ഈ നെറ്റിയിൽ മാത്രമായിട്ട് ഒറ്റ മറുകാണ് വരുന്നതെങ്കിൽ അത് സാമ്പത്തികമായ യോഗമാണ് കാണിക്കുന്നത്. ഇത് കൂടുതലായും സ്ത്രീകളിലാണ് കാണുക. പുരുഷന്മാർ വളരെ കുറവായിരിക്കും നെറ്റിയിൽ മറുക് വരുന്ന സ്ത്രീകൾ സാമ്പത്തികമായും അവർക്ക് ബഹുമാനം കിട്ടും, അംഗീകാരമൊക്കെ കിട്ടും, അവരുടെ ലൈഫിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ ഓപ്പോസിറ്റ് കാണുന്ന ഒരാളോട് ചിലപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ സാധ്യത കൂടുതലാണ്. ഏതൊരു കാര്യം കാണുമ്പോഴും മറ്റൊരാളുടെ ജീവിതത്തിൽ അത് കാണുമ്പോൾ ചില സമയങ്ങളിൽ ഇവർ നെഗറ്റീവ് കൂടുതൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. വളരെ ബുദ്ധിശക്തിയുള്ള സ്ത്രീകളുടെ ലക്ഷണവുമാണത്. പക്ഷേ ചില സമയങ്ങളിൽ അവർ കൂടുതലായി നെഗറ്റീവ് സംസാരിക്കാറുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് നേട്ടത്തിനും വലിയ പ്രശ്നമില്ല. ഓപ്പോസിറ്റുള്ള ആൾക്ക് അതേ നേട്ടം ലഭിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോഴോ അവർ ചില സമയങ്ങളിൽ നെഗറ്റീവ് സംസാരിക്കും. അതിനുള്ളൂ. പിന്നെ ഈ കഴുത്തിന് ഇവിടെയുള്ള മറുക്, ഇവിടെയായിട്ട് മറുക് വരികയാണെങ്കിൽ അതിന് ഈ സെലിബ്രിറ്റി ലെവലിലേക്ക്, സിനിമ സീരിയൽ മേഖലകൾ, എന്തെങ്കിലും ഇപ്പം നൃത്തം ചെയ്യുന്നവർ, നാടകത്തിൽ അഭിനയിക്കുന്നവർ പുറം ലോകത്തേക്ക് അറിയുന്നില്ല. കാരണം സ്റ്റേജിൽ നൃത്തം ചെയ്യുന്ന പല ആളുകളും അതുപോലെ തന്നെ ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ കലാപ്രവർത്തനം കാണിക്കുക പുറം ലോകം അറിയാത്തതുകൊണ്ട്, പക്ഷെ അവരൊരു സെലിബ്രിറ്റി ഉണ്ടോ നാട്ടിലെ. അപ്പോൾ അത്തരം രീതിയിൽ പ്രസിദ്ധി നേടുന്ന ഗാനമേളയ്ക്ക് പാടുന്നവർ, അങ്ങനെ പല ആളുകളുമുണ്ട്. കാരണം ഹൈ ലെവലിൽ എത്തിയില്ലെങ്കിലും അത്യാവശ്യം ആളുകളിൽ അറിയാവുന്ന ഒരു ചെറിയ സെലിബ്രിറ്റി. അപ്പോൾ സെലിബ്രിറ്റി ലെവലിലേക്ക് പോകാനുള്ള യോഗങ്ങളാണ് കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ നേരെ ഈ താടിയുടെ നേരെ വന്ന് ചങ്കിൻ്റെ താഴേക്ക് വരുമ്പോൾ നടുവിലായിട്ട്, വയറിൻ്റെയോ നടുവിലോ ആയിട്ട് നടുക്കാണ് മറുകെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പരാജയത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പരാജയമാണ്. കാരണം എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇവിടെ എല്ലാ ആളുകൾക്കും അവസാന സമയങ്ങളിൽ ഒരു ഇഷ്ടക്കുറവ് വന്നിട്ട് നമ്മളൊരു അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ആളുകളിൽ നിന്ന് വരാറുണ്ട്. അത്തരം ഒരു പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതാണ് ആ കാണുന്ന
മറുകിനർത്ഥം. പക്ഷേ ഇത്ര ഒരു മറുകുണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മറുകുണ്ടെങ്കിലും തീർച്ചയായും പേരും പ്രശസ്തിയും തന്നെയാണ് അതിന് അർത്ഥമാക്കുന്നത്. താഴേക്ക് വരുന്ന മറുകുകളെല്ലാം പേരും പ്രശസ്തിയും തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വസ്ത്രം കൊണ്ട് നമ്മൾ മറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് മറുകുകൾ എവിടെയൊക്കെ വരുന്ന അതിനനുസരിച്ചുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. കാരണം അത് അവനവന് മാത്രമേ അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡ്രസ്സ് റിമൂവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പുറത്തുള്ള മറ്റുള്ള ആളുകൾക്ക് നമ്മൾ അറിയാൻ പറ്റും. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ ഡ്രസ്സ് ഇട്ട് മറച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ മറുകളും കാണാൻ പറ്റില്ല. ആകെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന മറുകൾ മുഖത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ്, പിന്നെ കയ്യിലേക്കും. ഈ രണ്ട് ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗം നമ്മൾ മറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കാലുകളിൽ മറുക വരും. കാലുകളിൽ വരുന്നത് വെച്ചാൽ കണങ്കാലിൻ്റെ താഴെ, അതായത് നമ്മുടെ കാൽമുട്ട് കടന്നിട്ട് താഴെ കാലിൻ്റെ വണ്ണ എന്ന് പറയുന്ന ഭാഗത്ത് കണങ്കാലിന് താഴെയായിട്ട് ആ ഭാഗത്തോ മേളിലോട്ടൊരു മറുക് വരുവാണെങ്കിൽ അത് സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ വലത് കാലമായിക്കോട്ടെ എവിടെ വേണമായിക്കോട്ടെ, അങ്ങനെ വരുന്നവർ സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഓട്ടം, ചാട്ടം, ഇങ്ങനെ തലകുത്തി മറിയൽ തുടങ്ങിയ സ്പോർട്സ് മേഖലകളോ അല്ലെങ്കിൽ തീ പോലുള്ള സാധനങ്ങളിലേക്ക് എടുത്തിയാടാനുള്ള ധൈര്യം, അങ്ങനെ അതായത് സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ ഭയക്കുന്ന പ്രവർത്തികൾ കാണിക്കുന്ന സ്വഭാവ രീതിയിൽപ്പെട്ട ആളുകളാണ് ആ ആളുകൾ. അല്ലെങ്കിൽ അവരിപ്പം ബൈക്ക് ജമ്പ് ചെയ്യുന്നവരായിക്കോട്ടെ, ബൈക്ക് വളരെ ഫാസ്റ്റായിട്ട് പറപ്പിച്ച് റോഡിലൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരൊരു സ്പോർട്സിൻ്റെ ആളാണോ എന്നില്ല, പക്ഷെ ആ ഒരു ധൈര്യമുണ്ടല്ലോ, സാഹസം, അതൊരു സാഹസമാണ്. പക്ഷേ നമുക്കത് പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷേ അതൊരു സാഹസമാണ്. അങ്ങനെ വരെ കാണിക്കാനുള്ള ടെൻഡൻസി, എന്തെങ്കിലും കാര്യങ്ങൾ റിസ്ക്, ജീവിതത്തിന് റിസ്കിന് മേളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് അത്തരം പ്രവർത്തികൾ ചെയ്യാനായിട്ട് മുതിരുന്ന ആളുകളുടെ എല്ലാവരുടെയും കാലിൽ ആ ഭാഗങ്ങളിലായിട്ടായിട്ട് മേളിലേക്ക് മറുകൾ കാണും. അതായത് ഈ തുടയുടെ ഭാഗം തൊട്ട് താഴേക്ക് വരുന്ന മറുകളെല്ലാം ഒരാളുടെ സാഹസിക പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് സാഹസിക പ്രവർത്തനത്തെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എണ്ണം കുറയുകയാണെങ്കിൽ സാഹസിക പ്രവർത്തനത്തെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇടതോ വലതോ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മുഖത്ത് വരുന്ന കാക്കപ്പള്ളിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് ഇടതുവശത്ത് നേരെ ഇവിടെയാണെങ്കിൽ സെലിബ്രിറ്റി ലെവലിൽ ഉയരാനും, വലതുവശത്താണെങ്കിൽ സമൂഹത്തിന് അംഗീകാരം ലഭിക്കാനും. ഈ ഇടതുവശത്താണെങ്കിലും സെലിബ്രിറ്റി ലെവലിൽ ഉയരുമെങ്കിലും വളരെയധികം ദുഃഖകരമായ ജീവിതമായിരിക്കും എപ്പോഴും ഉണ്ടാവുക, ബുദ്ധിമുട്ടും പ്രയാസം. വലതുവശത്താണ് സെലിബ്രിറ്റി ലെവലിൽ ഉയരുമെങ്കിലും സന്തോഷകരമായ ജീവിതമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ പറ്റി പറഞ്ഞത് വലതുവശത്തും ഇടതുവശത്തും വരുന്ന മറുകളെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ലക്ഷണത്തിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് തലവര ഉണ്ടെന്ന്. എങ്ങനെയാണ് തലവര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇവിടെ നെറ്റി ചുളിക്കുമ്പോഴല്ലാതെ വെറുതെ നിൽക്കുമ്പോൾ ഫ്രീ ആയിട്ട് കുറേ ലൈനുകൾ കാണുന്നുണ്ടെങ്കിൽ, 50 ദിവസത്തിന് താഴെയുള്ള ആളുകൾക്ക് ലൈനുകൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഒറ്റ ലൈനാണെങ്കിൽ ആ ആൾ ഒരു ജോലി തിരഞ്ഞെടുക്കും, അവസാന കാലം വരെ ആ ജോലിയിൽ ഉറച്ചു നിൽക്കും, ഉയർച്ചകളിലെത്തും. 3-4 ലൈനുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തി വളരെയധികം കോടീശ്വരനായി തീരും, ആരോഗ്യമുണ്ടാകും. പക്ഷേ രോഗങ്ങളും ഉണ്ടാകും. ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുന്ന ആളുകളുടെ 90 വയസ്സിന് മുകളിലേക്ക് അവർക്ക് ആയുസ് ഉണ്ടെന്നുള്ളൊരു തെളിവാണ് ആ കാണുന്നത്. വലിയ വലിയ ഓപ്പറേഷനുകളും കാര്യങ്ങളും വരെ അവരുടെ ജന്മത്ത് വരും. പക്ഷേ അവർ ജീവിച്ചിരിക്കും, അവർ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കും. അല്ലാതെ ഒരു ഇരിപ്പിലോ കസാരയിലോ കിടന്നു പോകുന്ന ആളുകളോ അല്ല. അവർ എഴുന്നേറ്റ് നടന്ന സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കേൾപ്പുള്ള ആളുകളായിട്ട് തന്നെ അവർ നിൽക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗങ്ങളിലുള്ള മറുക് ഇടതുവശത്ത് വരുന്ന സ്വാർത്ഥതയുടെ ഒരു ലക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി വിശകലനം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലതുവശത്ത് വരുന്ന മറുക് വളരെയധികം ധൈര്യം തരുന്ന കാര്യങ്ങൾ. വലതുവശത്ത് വരുന്ന മറുകളെല്ലാം വലത് കൈയിൽ സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ വളരെയധികം ധൈര്യം ആ വ്യക്തിക്കുണ്ടാകും. ഇടതുവശത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള ധൈര്യക്കുറവ്. പക്ഷേ ഇടതുവശത്ത് മറുക് വരുന്ന ആൾ പ്രശസ്തി കൂടുതലായിട്ട് ലഭിക്കുന്ന ആളുകളാണ്. അല്പം ചെറിയ പേടികൾ ഉണ്ടാവുമെങ്കിലും അവർക്ക് ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ, അത് കൈ ഇങ്ങനെ നിവർത്തുമ്പോൾ ഇവിടെ ഒരു മറുക് ഇടത് കയ്യിൽ അല്ലെങ്കിൽ വലത് കയ്യിൽ ഇവിടെയാണ് മറുകെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് സാമ്പത്തിക യോഗമാണ്, കോടീശ്വര യോഗമാണ് കാണുന്നത്, കോടീശ്വര യോഗം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വലത് കൈ ഈ വശത്താണ് മറുകെങ്കിൽ സാമ്പത്തികം ഉണ്ടാവും, വളരെയധികം ധൈര്യമുള്ള ആളായിരിക്കും. ഇടത് കൈയിൽ ഈ ഭാഗത്താണ് മറുകെങ്കിൽ സാമ്പത്തിക യോഗം ഉണ്ടാവും, പക്ഷെ പേടി കൊണ്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ ഭയക്കും. എന്നിട്ട് അതായത് ഒരു പണം ലഭിക്കുന്നതിൻ്റെ ഒരു രീതിയിലല്ല ജന്മം ജീവിക്കുന്നത്. ഒരു ചെറിയ ഭയം, ഉൾഭയം എപ്പോഴും പുറകോട്ട് വലിക്കുന്നുണ്ട്. പല കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ഭയം തോന്നും. പക്ഷെ വലതുവശത്ത് ആ രീതി മറുകും. കയ്യിലാവുക കോടീശ്വരനായി കഴിഞ്ഞാൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുകയും വലിയ വലിയ ലെവലിലേക്ക് പോവുകയും ഒരു മൾട്ടി മില്യണിയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത. കാരണം നമുക്ക് എത്ര മില്യണിയേഴ്സിനെ അറിയാം, കുറച്ച് പേരെ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർ സെലിബ്രിറ്റികളാകുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്ത് അറിയുന്നില്ല. നമുക്ക് കിട്ടുന്ന പല പ്രോഡക്റ്റിൻ്റെയും
മില്യനേഴ്സ് ആരാണ് ഓണർ എന്ന് നമുക്കിന്ന് വരെ അറിയത്തില്ല. നമ്മളിതുവരെ മുഖം പോലും കണ്ടിട്ടുണ്ടാവുക. പരസ്യങ്ങളിൽ കാണുന്ന ആളുകളല്ല യഥാർത്ഥത്തിൽ. നമ്മൾ അറിയാവുന്ന മില്യനേഴ്സ് ഉണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. മില്യനേഴ്സിനെ അറിയാം, പക്ഷേ ആ അറിയാവുന്ന 6-7 പേരുടെ പേരുകളെ നമുക്ക് അറിയത്തുള്ളൂ ഇത്രയും കാലം ജീവിച്ചിട്ട്. ഇതല്ലാതെ നമ്മൾ കാണുന്ന സകല പ്രോഡക്റ്റുകൾക്കും ഒരു ഓണറുണ്ട്. അവരെല്ലാം മൾട്ടി മില്യനേഴ്സാണ്. സ്വന്തമായി കപ്പലുണ്ട്, പ്ലെയിൻ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പുറലോകം അവരെ അറിയുന്നില്ല. സ്വർണ്ണക്കടകൾ കാണും, പല കാര്യങ്ങളും കാണും, പക്ഷേ പുറലോകം അവരെ അറിയുന്നില്ല. അവരുടെ ലൈഫ് എങ്ങനെയാണ്? ലക്ഷറി ലൈഫാണ്. അവർ വിദേശത്തായിരിക്കും. അവർ വളരെ, അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരിക്കും. പക്ഷെ അത് പുറലോകത്തെ അവർ തുറന്നു കാണിച്ചില്ല. അവർക്ക് സോഷ്യൽ മീഡിയയും കാണുന്നില്ല. അവരെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറ് പോലുമില്ല. കാരണം അത് അവർ ലൈഫ് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഓണർ ആരാന്ന് ഒരുപാട് സംരംഭങ്ങൾ ഈ ലോകത്തുണ്ട്. അതിൻ്റെ ഒന്നും ഓണർമാരെ നമുക്ക് പറ്റിച്ചില്ല. ഏറ്റവും ഫേമസ് ആയിട്ട് മാത്രം നമുക്കറിയാം ആ ഓണർമാരെ രംഗത്തിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇടതുവശത്ത് കോടീശ്വര യോഗത്തിൻ്റെ മറുകുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സെലിബ്രിറ്റികളാവാൻ ഭയം കാണിക്കും. അവരുടെ ലൈഫ് വളരെ സീക്രട്ടായിരിക്കും. പക്ഷേ അവരുടെ ഒരു പ്രോഡക്റ്റ് എല്ലാ കാലത്തും ആളുകളുടെ കയ്യിലുണ്ടാവും. ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ അവർ എത്തിക്കുന്നുണ്ടാവും. പല കാര്യങ്ങളുണ്ടാവും. വലിയ വലിയ മെഷീനുകളുടെ ഭാഗങ്ങളൊക്കെ അവരുടെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നായിരിക്കും വരിക. പക്ഷെ അവരാരാ നമുക്കറിയത്തില്ല. അവരുടെ കാര്യം വെച്ചാൽ ഈ ഇടത് കൈയിലായിരിക്കും ചിലപ്പോൾ അവർക്ക് മറവുണ്ടാവും. വന്നാൽ വലത് കൈ തിരിച്ചു വരുന്നവരാണെങ്കിലോ സെലിബ്രിറ്റി ലെവലിൽ കൂടി അവർ വരും. അവരുടെ പേഴ്സണൽ ലൈഫ് വരുന്ന നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കാണാപ്പാടമായിരിക്കും. ഇതാണ് ഈ മറുകളുടെ വ്യത്യാസം. ഇത് ഇങ്ങനെയുള്ള യോഗങ്ങൾ കോടീശ്വര യോഗങ്ങൾക്കുള്ള മറുകളാണ്. ഇതെന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് കൃത്യമായിട്ടൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചില രഹസ്യഭാഗങ്ങളിൽ വരുന്ന മറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും അത് മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നതിനുള്ള തെളിവുകളാണ് കാണുന്ന ഒരു മറുക്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ സ്വഭാവത്തിൻ്റെ ഒരു കൺട്രോൾ പോലിരിക്കും അതിൻ്റെ രീതി. അത് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. അപ്പം അത്തരം ഭാഗങ്ങളിൽ വരുന്ന മറുകൾ അതൊരു യോഗമായിട്ടും പറയുന്നു, അതൊരു മോശം സ്വഭാവമായിട്ടും പറയുന്നു. എങ്ങനെ വേണമെങ്കിലും കണക്ക് കൂട്ടിയെടുക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന മറുകുകളും ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ വളരെയധികം ആഷണത്വം വലിച്ച് അടുപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് നടുവിൽ വരുന്ന നടുവിന് വരുന്ന മറുക് ഇടതുവശത്തേക്ക് മാറിയിരിക്കുകയാണെങ്കിൽ അല്പം ദോഷവും, വലതുവശത്തേക്ക് മാറിയിരിക്കുകയാണെങ്കിൽ അല്പം നല്ല കാര്യങ്ങളുമാണ് ലഭിക്കുക. പക്ഷേ എന്താണെങ്കിലും ആ വ്യക്തിക്ക് ചില സമയങ്ങളിൽ മർദ്ദനമേക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പുറത്ത് മറുക് വരുന്ന ആളുകൾക്ക് തീർച്ചയായും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ പറയാം, വലിയൊരു പ്രവർത്തകനാണ്, എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതാണ്. അയാൾക്ക് കുറേ മർദ്ദനമൊക്കെ കിട്ടിയ ശേഷമായിരിക്കും നല്ലൊരു പൊസിഷനിൽ എത്തിയത്. അപ്പോൾ അയാൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ അയാൾക്ക് കുറേ അടിയും തൊഴിയൊക്കെ കൊണ്ട വന്നിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ അത്തരം മറുക് കാണാൻ സാധ്യതയുണ്ട്. അത്തരം ജീവിതം. അതുപോലെ തന്നെ ഒരു താഴ്ത്തട്ടിൽ താഴ്ന്ന ഒരു തൊഴിൽ ചെയ്തിട്ടിരുന്ന കാലത്ത് ഉടമകളുടെ മർദ്ദനങ്ങൾ ഏറ്റിരുന്ന ആൾ ഭാവി വലിയൊരു ഫേമസ് ആയ ആളായിത്തീരും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ആ പുറത്ത് ആ മറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്കിവിടെ വിശകലനം ചെയ്യാൻ വേറൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ധൈര്യമുള്ള നക്ഷത്രങ്ങളും ചില നക്ഷത്രങ്ങൾക്ക് വ്യത്യാസമുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ചില നക്ഷത്രങ്ങൾ വളരെയധികം ധൈര്യമുള്ളതും ചിലർക്ക് അല്പം ഭയം കാരണം പുറകോട്ട് പോകുന്ന നക്ഷത്രങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അശ്വതി നക്ഷത്രത്തിൻ്റെ ധൈര്യത്തിൻ്റെ കഥ അല്പം വ്യത്യസ്തമാണ്. അശ്വതി നക്ഷത്രത്തിന് 2 പേരാണ്, അതായത് അശ്വിനി രാജകുമാരന്മാർ. അതിൽ ഒരാളുടെ സ്വഭാവം, ഒരു രാജകുമാരൻ്റെ സ്വഭാവം ക്ഷമ, സ്നേഹം, ദയ, കരുണ, സ്വാന്തനം, നന്മ പ്രവർത്തികൾ തുടങ്ങിയവയാണെങ്കിൽ രണ്ടാമത്തെ അശ്വിനി രാജകുമാരൻ്റെ സ്വഭാവം നേരെ ഓപ്പോസിറ്റാണ്. ദുഷ്ടത, സ്നേഹമില്ലായ്മ, കർക്കശ സ്വഭാവം, സ്വാർത്ഥത തുടങ്ങിയ കാര്യങ്ങളെ പ്രകീർത്തിക്കുന്നു. ഇത് 2 പേര് ചേർന്ന ഒരൊറ്റ നക്ഷത്രമേ ഉള്ളൂ, അത് അശ്വതി മാത്രം. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം ഒരു ദിവസം അവർക്ക് ഒരു കാര്യത്തിൽ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം അവർക്ക് ആ പേടി കാണില്ല. കാരണം അവിടെ അപ്പോൾ നിൽക്കുന്ന രണ്ടാമത്തെ ആളായിരിക്കും. ഒന്നാമത്തെ ആൾ തീരുമാനിക്കുന്ന തീരുമാനമല്ല രണ്ടാമത്തെ ആൾ തീരുമാനിക്കും. ഇതുകൊണ്ട് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാം ജന്മം എപ്പോഴും ഇവർക്കുണ്ടാവും. അതായത് മുൻകാലത്ത് ഒരു കാര്യത്തിൽ നിന്ന് ഇവർ തോറ്റ് പിന്മാറി, അതിനുശേഷം കുറച്ച് കാലത്ത് ഗ്യാപ്പിന് ശേഷം അവർ വീണ്ടും ആ കാര്യം ചെയ്തിട്ട് അവരതിൽ വിജയിക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ്.
മറ്റ് നക്ഷത്രങ്ങൾക്കൊന്നും രണ്ട് പേരില്ല, ഒരാളേ ഉള്ളൂ. ഇപ്പം ദേവഗണമാണോ ഒരാൾ, ഒരു ദൈവം. മനുഷ്യഗണമാണോ ഒരു മനുഷ്യൻ, തീർന്നു. ഒരു അസുരഗണമാണോ ഒരു അസുരൻ. പക്ഷെ രണ്ട് ദൈവം ഇല്ല. അതുകൊണ്ടാണ് അശ്വതി നക്ഷത്രത്തെ എല്ലാവരുടെയും നാഥനായിട്ട് വെച്ചിരിക്കുന്നത്, ഫസ്റ്റ് നക്ഷത്രത്തിൽ വന്നിരിക്കുന്നത്. അശ്വിനി രാജകുമാരന്മാർ എന്ന് പറയുന്ന രാജകുമാരന്മാർ 2 പേര് ചേർന്ന് ആയിട്ടാണ് ഒരു അശ്വതി നക്ഷത്രക്കാരൻ്റെ ജീവിതം വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിനകത്തുള്ള അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവവും വീടിന് പുറത്തുള്ള സ്വഭാവവും വളരെ രണ്ടായിരിക്കും. വീടിന് പുറത്ത് വളരെയധികം ശാന്തർ, സമാധാനക്കാർ, പാവങ്ങൾ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സാരമില്ല, പുള്ളിയെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ലെന്ന് തോന്നുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ കാണുമ്പോൾ വളരെ സ്നേഹം എല്ലാവർക്കും തോന്നുന്നു. വീടിനകത്തേക്ക് വരുമ്പോൾ വളരെയധികം വില്ലന്മാരായി തീരുന്ന ആളുകളാണ്. പറഞ്ഞാൽ കൂടി വിശ്വസിക്കാത്ത കാര്യങ്ങൾ വരെ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള രണ്ടാമത്തെ ആളാണ് എപ്പോഴും ഗ്രഹാന്തരീക്ഷത്തിൽ ഉണ്ടാവുക. ഭവനത്തിൽ പുറത്തുള്ള ആൾ ആ പറഞ്ഞ ഒന്നാമത്തെ ആളായിരിക്കും. രണ്ടാമത്തെ ആൾ എപ്പോഴും ഭവനത്തിനകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരെ ഗ്രഹാന്തരീക്ഷം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പല ജ്യോതിഷത്തിനകത്തും കേട്ടിട്ടുണ്ടാവും. ഗ്രഹാന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ്. പുറം ലോകത്ത് അവർ മറ്റൊരാളാണ്. പക്ഷെ മറ്റുള്ളവരുടെ ക്യാരക്ടർ ഇങ്ങനെ മാറാറില്ല. മറ്റുള്ളവർ അഭിനയിക്കാറുണ്ട്, അതായത് പുറത്തുപോയി നല്ലവനായി അഭിനയിക്കാറുണ്ട്. പക്ഷേ അവരുടെ ന്യൂസ് വെളിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് മറ്റേ ആക്ട് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല. അശ്വതിക്കാരുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ അവർ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. വീട്ടിലുള്ളവർ പറഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ വെളിയിലുള്ളവർ അത് വിശ്വസിച്ചൊന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇവരിലെ രണ്ടാമത്തെ വ്യക്തി വരുള്ളൂ. വീടിന് പുറത്തേക്ക് ഒരു നട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം ഒന്നാമത്തെ ആളിലേക്കാണ്. ഇത് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അശ്വിനി ദേവതന്മാർ. അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ വൈദ്യം, അതായത് ദേവലോകത്ത് തേൻ അമൃത് കടഞ്ഞെടുക്കുന്ന ആളുകളാണ് അശ്വിനി ദേവത. ഇതുകൊണ്ട് തന്നെ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന്, എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം ഇത് മറ്റ് ദേവന്മാർക്ക് ഇവർ കൈമാറുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സരസ്വതി ദേവിയും കൂടി ചേർന്നിട്ടാണ് ഈ മധു കടഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അശ്വതിക്കാർക്ക് എല്ലാവിധ കഴിവുകളും അവർ സംയോജിപ്പിച്ച് അവരിലേക്ക് കൊടുത്തിട്ടുണ്ട്. സരസ്വതി കടാക്ഷം ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് അശ്വതി നക്ഷത്രക്കാർ. മറ്റുള്ളവരിലേക്ക് ചില സമയങ്ങളിൽ സരസ്വതി കടാക്ഷം വരിക പോവുക, അത് വിട്ടുപോകും. അപ്പം ഇതാണ് ഇപ്പോൾ പാടാനുള്ള കഴിവുകൾ കൊണ്ടെന്ന് വരിക, പ്രസംഗിക്കാൻ കഴിവുണ്ടെന്ന് വരുന്നത്. എല്ലാ ടൈമിലും അതൊന്നും ലഭിക്കാറില്ല. ചില സമയങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഭാഗ്യം അവസാനിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ചെയ്യേണ്ട അവസ്ഥ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോകും. അല്ലെങ്കിൽ അംഗീകാരം കിട്ടാതെ വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ബാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പക്ഷേ അശ്വതി നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് അവരിങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിനെ വളരെയധികം തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ആളുകളാണ് അശ്വതി നക്ഷത്രപ്പെട്ടവർ. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഈ മറുകൾ, ജാതകത്തിൽ വരുന്ന ദോഷങ്ങൾ, മറ്റ് കാര്യങ്ങൾ തുടങ്ങിയവയൊന്നും പൂർണ്ണമായി നോക്കിയില്ല എങ്കിലും അവർക്ക് വരുന്ന ഈ ദ്വിതീയ സ്വഭാവം, രണ്ട് പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ ഇവർ ഉറച്ചു തന്നെ നിൽക്കും. അതായത് ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു, ഫെയിലായെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അത് ചെയ്തു നോക്കാൻ, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞത് വീണ്ടും ചെയ്തു നോക്കാൻ രണ്ടാമത്തെ ആൾ മുതിരുമ്പോൾ ഒന്നാമത്തെ ആൾ അവിടെ വടംവലി ഉണ്ടാക്കുന്നില്ല. എങ്കിൽ ഭരണി നക്ഷത്രത്തിൻ്റെ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞിരുന്നു 2 ദേവഗണങ്ങൾ ഭരണിക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ബാക്കി വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അടുത്തൊരു ഭരണിക്കാരുടെയാണ്. ഭരണിക്കാരിൽ 2 ദേവഗണങ്ങളുണ്ട്. ഒന്ന് ദൈവമല്ല, അതായത് ഒന്ന് ശുക്ര ഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഞാൻ പറയും, ശുക്രഭഗവാൻ. അതുപോലെ തന്നെ യമധർമ്മരാജാവ്. അപ്പോൾ 2 നക്ഷത്രത്തിൻ്റെ 2 സ്വഭാവം കാണിക്കുന്നതാണ് ഭരണി നക്ഷത്രം. ഇന്ന് ശുക്ര ഗ്രഹത്തിൻ്റെ നോട്ടം, 2 യമധർമ്മരാജാവിൻ്റെ ഒരു ഇത്. ഇതുകൊണ്ട് തന്നെ ശുക്രൻ നമുക്കറിയാം, ഒരാളുടെ ജാതകത്തിൽ ശുക്രദശ തെളിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ശുക്രദശ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും? ലോട്ടറി ഭാഗ്യം ലഭിക്കും, സാമ്പത്തിക ഊർജ്ജം ലഭിക്കും, വളരെയധികം ആശം, എന്ത് വിചാരിച്ചാലും ജയം മാത്രം. ശുക്രദശ, ഈ ശുക്രദശ മരണം വരെയും നിലനിൽക്കുന്ന ആളുകളാണ് ഭരണിക്കാർ. പക്ഷേ ഒരു പ്രശ്നം, യമധർമ്മരാജാവിൻ്റെ ഒരു നോട്ടം കാരണം പൂർണ്ണമായ കാര്യങ്ങളിലേക്ക് ശുക്രദശ കൊണ്ട് വരുന്ന മുഴുവൻ ഭാഗ്യങ്ങളും ലാഭങ്ങളും ജീവിതത്തിലേക്ക് കിട്ടാനുള്ള യോഗങ്ങൾ, മനസ്സിൽ വടംവലി നടക്കുന്ന ഒരു മത്സരം, സ്വന്തം മനസ്സിന് വേണോ ചെയ്യണോ വേണ്ടായോ, ഇങ്ങനെ വന്നിട്ട് ശങ്കിച്ച് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ ഭരണിക്ക് വരാറുണ്ട്.
ഭരണനക്ഷത്രത്തിലുള്ള ആൾക്ക് തീർച്ചയായും ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പോകണം, അല്ല ഒരു വില പിടിച്ചൊരു വസ്തു വാങ്ങാൻ പോവാണ്, അത് വളരെയധികം ഇഷ്ടപ്പെട്ടു, അത് വാങ്ങിയേ തീരൂ. പക്ഷേ വാങ്ങുന്നതിന് മുമ്പായിട്ട് അവർ ചിന്തിക്കും വാങ്ങണം. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വന്നിട്ട് ഏതെങ്കിലും ഒന്നിൽ ഉറയ്ക്കാൻ അല്പം ഡേറ്റുകൾ എടുക്കും. പെട്ടെന്നല്ല, അല്പം ഒന്ന് ആലോചിക്കും. പക്ഷേ അശ്വതിയിൽ ഇങ്ങനെ ഒരു ആലോചന ഇല്ല. ഒരു ദിവസം ഫെയിലായാലും അടുത്ത ദിവസം മറ്റേ ആൾ കയറി അത് ചെയ്തു പോകും. അതിനുള്ള പരിപാടി അവിടെ നടന്നുകൊള്ളൂ. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ. കാർത്തിക നക്ഷത്രത്തിനൊക്കെ സിംഗിളായ സ്വഭാവങ്ങളേ ഉള്ളൂ. അതായത് ഒരൊറ്റ സ്വഭാവം, അസുരഗണമാണ്. അപ്പം വൈദ്യം മുതലായ കാര്യങ്ങൾ സെൻറ്റിമെൻറ്റിൽ ഒരു ഒറ്റ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ മകീര നക്ഷത്രം ദേവഗണമാണ്. മകീര നക്ഷത്രം ഞാൻ പറഞ്ഞിരുന്നു ചില ഏറ്റവും ബുദ്ധിയുള്ള നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചന്ദ്രനാണ് ഇവരുടെ നാഥെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചന്ദ്രൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോഴാണ് ബുദ്ധിപരമായി ഒരാൾക്ക് വളർച്ച ലഭിക്കുന്നത്. 27 വർഷത്തെ ഏറ്റവും ബുദ്ധിയുള്ള നക്ഷത്രമായിട്ടും സാമൂഹികമായ ചില കാര്യങ്ങളും കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളും കാരണം, അല്പം ഭയം കാരണം, ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യക്കുറവ് ചില സമയം മകേരത്തെ ബാധിക്കാറുണ്ട്. അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകേരം വളരെയധികം ധൈര്യമുള്ള നക്ഷത്രമാണ്. ഒരാൾ വന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ റിയാക്റ്റൊക്കെ ചെയ്യും. പക്ഷെ റിയാക്റ്റ് ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ റിയാക്റ്റ് ചെയ്യാതെ ഒന്ന് മനസ്സിലിട്ട് ചിന്തിക്കും. ഒരാളോട് എത്ര പെട്ടെന്ന് പൊട്ടിത്തെറിക്കണോ വേണ്ടായ എന്നുള്ളത് ഇവർ തീരുമാനമെടുക്കും. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളാണെങ്കിൽ പൊട്ടിത്തെറിച്ച ചില സമയം മകേരം റിയാക്റ്റ് ചെയ്യാറില്ല. ഇതാണ് പ്രത്യേകത. അതായത് ഓരോ സ്ഥലത്തും പോയി, ഒരു ജോലി സ്ഥലത്താണ്, അവിടെയുള്ള ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് റിയാക്റ്റ് ചെയ്യുമല്ലോ, മൗനം പാലിക്കുകയാണ് മകേരം ചെയ്യുക. മൗനം പാലിക്കും, മിണ്ടാണ്. വീണ്ടും എന്ത് ചെയ്യും? ഒരു മാസമായി ആ വ്യക്തി ശരിക്ക് പഠിക്കും. കാരണം ബുദ്ധിയുള്ള നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ആ വ്യക്തി ശരിക്ക് പഠിക്കും. എന്തെല്ലാം ബലഹീനതകളുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പിന്നെ ആ വ്യക്തിയിൽ നിന്ന് ദേഷ്യം വരുന്ന സമയത്ത് ഇവർ തിരിച്ച് പ്രതികരിക്കും. വെയിറ്റ് ചെയ്ത ശേഷം മാത്രം മഹീരം പ്രതികരിക്കും. എങ്കിൽ അടുത്തായിട്ട് വരുന്ന തിരുവാതിരയുടെ കാര്യം വളരെ വ്യത്യസ്തമാണ്. അതായത് ഒരാൾ ആദ്യമായിട്ട് കണ്ടോട്ടെ, 5 മിനിറ്റ് കൊണ്ട് പരിചയപ്പെട്ട ആളായിക്കോട്ടെ, വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളായിക്കോട്ടെ, ഇഷ്ടമില്ലാത്ത കാര്യമോ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം രുദ്രശിവനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ദേവഗണമല്ല, ഇത് മനുഷ്യഗണത്തിനാണ് പെട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ശിവനാണ്. അതുകൊണ്ട് തന്നെ എപ്പം പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പില്ല. അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ സഡനായിട്ടായിരിക്കും റിയാക്റ്റ് ചെയ്യും. ചില സമയം റിയാക്റ്റ് ചെയ്യത്തില്ല, ചില സമയം റിയാക്റ്റ് ചെയ്യും. അതാ വരുന്ന പോലെ ഇരിക്കും കാര്യങ്ങളുടെ അവസ്ഥ. അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള രീതി തിരുവാതിര കാണിക്കുന്നുണ്ട്. പക്ഷെ പുണർന്ന് ഇച്ചിരി വ്യത്യസ്തമാണ്. പുണർന്നും മൗനം പാലിക്കുന്ന നക്ഷത്രമാണ്. ആദ്യം മൗനം, അതിനുശേഷം വെയിറ്റ് ചെയ്ത ശേഷമാണ് പൊട്ടിത്തെറിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. പലപ്പോഴും പൊട്ടിത്തെറിക്കാതെ പോകുന്ന ആളുകളാണ് പുണർന്നംകാർ. പക്ഷേ അവരെന്ത് ചെയ്യും? സഹിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ആളുകളോട് പറഞ്ഞു വരും. അങ്ങനെയുള്ള ചില, അതായത് ഒരു വ്യക്തിയുടെ റിയാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഗുണവും ഉണ്ടാക്കിത്തരും, ദോഷവും ഉണ്ടാക്കിത്തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ പോലിരിക്കും ചില കാര്യങ്ങൾ. ഇപ്പോൾ അശ്വതിയിൽപ്പെട്ട ആളുകൾക്ക് രണ്ടാം സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പല സ്ഥലത്തും റിയാക്റ്റ് ചെയ്യാതെ വരുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ചില കാര്യങ്ങൾ അവർ ഊരിപ്പോവും. കാരണം നമുക്കറിയാം, ചില സമയങ്ങളിൽ നമ്മളെക്കാൾ ശക്തരായവരോ ബലവാന്മാരായ ആളുകളോ സംഘബലമുള്ള ആളുകളോ പണമുള്ള ആളുകളോടൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ കൊമ്പ് കോർക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ഹാനി വരുത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായ മാനസികമായ ചില അപകടങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ റിയാക്ഷൻ ഏത് രീതിയിലായിരിക്കും അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ ഇതിന് ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇപ്പം അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരാ റിയാക്ഷൻ ഉണ്ടാവുന്നില്ലെന്ന് കരുതുക. പക്ഷേ എപ്പോഴാണ് ഇവരിൽ ആ രണ്ടാമത്തെ ഭാവം നിൽക്കുന്നത്? ചില ദിവസങ്ങളിൽ പുറത്തേക്ക് പോകുമ്പോൾ ഇവർ രണ്ടാമത്തെ ആളായിരിക്കും. ആ ദിവസം ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. എങ്ങനെയായിരിക്കും സംഭവിക്കാമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം മൃഗം കുതിരയാണെന്ന് പറഞ്ഞിരുന്നു. കുതിര എന്ന് പറയുന്ന ജീവിക്ക് കൊമ്പ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കുതിര ഏറ്റവും കോപാകുലനായ ജീവിയാണ്. ശക്തി ഏറ്റവും ഉള്ളത്, സ്റ്റാമിന ഏറ്റവും ഉള്ള ജീവിയാണ്. വേഗത കൂടിയ ജീവിയാണ്. പക്ഷേ കായികബലം കൂടിയ ജീവിയല്ല. വേഗത, മിന്നൽ വേഗത. അത് കൊണ്ട് തന്നെ ഗ്രഹത്തിൽ ഈ പറയുന്ന രണ്ടാമത്തെ ആളാണ് ഉള്ളത്. ഈ ആൾ വീടിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഗ്രഹത്തിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ വീടിന് വെളിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒന്നാമത്തെ ആളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. പക്ഷേ ചില ദിവസങ്ങളിൽ ഈ രണ്ടാമത്തെ ആളായിരിക്കും ചിലപ്പം വീടിന് വെളിയിലേക്ക് പോകുക. ചില ദിവസങ്ങളിലും ചില ആഴ്ചകളിലൊക്കെ രണ്ടാമത്തെ ആൾ മാത്രമായിട്ട്
നിലകൊള്ളാറുണ്ട്. ഒന്നാമത്തെ ആൾ വരത്തേയില്ല. അത്രയും ദിവസവും ആളുടെ സ്വഭാവം വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും. അതുതന്നെ ഒരു റിയാക്ട് ചെയ്യുന്ന ടൈം എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കായികമായിട്ടായിരിക്കാം, ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം, പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടായിരിക്കാം. അതെപ്പം വരും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ വീടിനകത്ത് നോക്കണ്ട, വീടിനകത്ത് എപ്പോഴും രണ്ടാമത്തെ ആൾ ഫുൾ ഓൺ മോഡിൽ തന്നെ ഇരിക്കുകയാണ്, മാറുമല്ല അവർ. അതുകൊണ്ട് തന്നെ അശ്വതിയുടെ രീതി ഇതാണ്. പക്ഷേ ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ ഈ രീതിയാണ്. ഇപ്പോൾ തിരുവാതിര ഫുൾ ടൈം അവർ ജ്വലിച്ച് നിൽക്കുകയാണ്. ശാന്തമാണ്, സമാധാനമാണ്, എങ്കിലും ജ്വലനശക്തിയുള്ളൊരു തീയുടെ അടുത്തേക്ക് പോകുന്നതിന് തുല്യമാണ് തിരുവാതിരയിലുള്ള ആളുടെ രീതി. കാരണം രൗദ്രഭാവത്തിൽ തന്നെയാണ് എപ്പോഴും അത് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മഹീരം വെയിറ്റ് ചെയ്ത് ശരിക്കും ആളെ പഠിക്കും. സ്റ്റഡി ചെയ്യാനായിട്ട് 1-2 മാസം എടുത്ത ശേഷമേ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കണം വേണ്ട എന്ന് കുറേ നേരം ആലോചിച്ചിട്ട്, പക്ഷേ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവർ പൊട്ടിത്തെറിക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഭരണിയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, മനസ്സിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുക. ഇത് അല്ലെങ്കിൽ ചിലർക്ക് കോപം ഉണ്ടാക്കാം. അവരുടെ മനസ്സിലൊന്നുമില്ല, ചിലപ്പോൾ അവരിങ്ങനെ അഭിപ്രായങ്ങൾ അങ്ങ് മാറ്റി വെച്ച പറഞ്ഞു തരും. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം തുറന്നു പറയുന്നത്. ഇതുപോലെ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന വേറൊരു നക്ഷത്രം, ആരാന്ന് നോക്കാതെ റിയാക്ട് ചെയ്യുക, തിരുവോണ നക്ഷത്രത്തിലുള്ളവർ. അവരെയാണ് ഏറ്റവും തൻ്റെ അടക്കാരായിട്ട് പറയുന്നത്. തിരുവോണത്തിലുള്ളവരെയാണ് ഏറ്റവും ധൈര്യശാലികളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അവർ സ്പോട്ട് റിയാക്ട് ചെയ്യുക മാത്രമല്ല, അത് വ്യത്യസ്തമാണ്. അതായത് അവരുടെ ജീവിതശൈലി അനുസരിച്ചായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേക റിയാക്ട് ചെയ്തിട്ട് ഈ ആളെ സുഹൃത്താക്കാനുള്ള കഴിവ് കൂടി തിരുവോണത്തിനുണ്ട്. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ഒന്ന് റിയാക്ട് ചെയ്താൽ പിന്നെ ശത്രുതയാണ്, നോക്കണ്ട പിന്നത്തെ കാര്യം. പക്ഷേ തിരുവോണം റിയാക്ട് ചെയ്ത ശേഷം നമ്മളോട് ഭയങ്കര വാക്കേറ്റം ഉണ്ടായില്ല, കയ്യങ്കളി ഉണ്ടായാൽ പോലും ഒരു ആഴ്ച കഴിയുമ്പോൾ ഈ തിരുവോണത്തിലുള്ള ആളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് നമ്മളായിത്തീരും. ഇതാണ് തിരുവോണത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ഉത്തരത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയൊക്കെ തന്നെയാണ്. റിയാക്ട് ചെയ്യും, ദേഷ്യമുണ്ടാകും, കലഹമുണ്ടാകും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉത്തരത്തിൽപ്പെട്ട ആളുടെ ഫ്രണ്ടായിട്ട് നമ്മൾ മാറും. ഇതാണ് പ്രത്യേകത. പിന്നെ ഇതിൽ തൃക്കാട്ട റിയാക്ഷൻ വളരെ കൂടുതലാണ്, വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യും. പിന്നെ പൂയം റിയാക്ട് ചെയ്യും, നന്നായിട്ട് റിയാക്ട് ചെയ്യും. ആയില്യം നല്ല സ്പീഡ് റിയാക്ട് ചെയ്യും, വളരെ ഫാസ്റ്റാണ്. ഇത്ര സെക്കൻഡ് കൊണ്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ആയില്യം. കാരണം അവിടെ ഒരു വലിപ്പിച്ചെറുപ്പില്ല. ഞാൻ പറഞ്ഞു, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പൊതുസ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒറ്റ പൊതുസ്വഭാവവും സ്ത്രീക്കും പുരുഷനും കൂടി വളരെ സ്റ്റഡനായിട്ട് റിയാക്ട് ചെയ്യും. ചില സമയങ്ങളിൽ തിരുവാതിര പോലും ഒന്ന് മൗനം പാലിക്കാറുണ്ട്. പക്ഷേ ആയില്യം അങ്ങനെയൊന്നുമല്ല. ഒരു കോമഡി ആണെങ്കിൽ പോലും ചില സമയം അവർക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നതിന് വരും. അത് ചില സമയം നല്ലതാണ്, ചില സമയം ദോഷമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടിയെടുക്കാം. അവരവരുടെ ഒരു നേച്ചർ പോലിരിക്കും. കാരണം അവർ വളർന്നു വന്ന സാഹചര്യവും കൂടി അല്പം വ്യത്യസ്തമായിരിക്കും. ചില ആളുകളൊന്നും റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കുന്നൊരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. അതുപോലെ തന്നെ പിന്നെയുള്ള നക്ഷത്രങ്ങൾ പൂരാടം, ഉത്രാടം, ചോതി, വിശാഖം, അവിട്ടം, അനിഴം, മൂലം നക്ഷത്രം റിയാക്ഷൻ അല്പം കുറഞ്ഞിരിക്കും. റിയാക്ട് ചെയ്യും. അത്രയ്ക്ക് ദേഷ്യം വരുമ്പോഴാണ് മൂലം നക്ഷത്രത്തിൽപ്പെട്ടവർ റിയാക്ട് ചെയ്യുക. അതുവരെ അവരെ മൗനം പാലിക്കുന്നവരാണ്. പൂരാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ റിയാക്ട് ചെയ്യാൻ വളരെ വേഗത്തിലാണെങ്കിൽ പുരുഷന്മാർ റിയാക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഡൗണാണ്. പലപ്പോഴും റിയാക്ഷനെ കാണത്തില്ല, യാതൊരു റിയാക്ഷൻ കാണത്തില്ല, ഫുൾ ഓഫാണ്. പക്ഷേ പൂരാടത്തിൽപ്പെട്ട സ്ത്രീകൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവരങ്ങോട്ട് റിയാക്ട് ചെയ്യും. അതൊരു പ്രശ്നം തന്നെയാണ്. കുറച്ച് ടൈം കഴിയുമ്പോൾ ആദ്യമത്തെ റിയാക്ഷനല്ല, അതൊരു വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ദിവസത്തിൻ്റെ വൈകിട്ടിനുള്ളിലായിരിക്കും അവർ റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് റിയാക്ട് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ കാണിക്കും. അത് ഒരാടത്തിൻ്റെ ഇതാണ്. പക്ഷേ ഉത്രാടം പിന്നെ അങ്ങോട്ട് പോരുന്ന ആളുകളൊക്കെ റിയാക്ഷൻ്റെ ഒരു ഡൗണാണ്. അവിട്ടത്തിന് റിയാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും ബിസിനസ് മൈൻഡ് കൂടുതലാണ്. ശത്രുവിനെ കൂടി മിത്രമാക്കുന്ന ഒരു കഴിവ് അവിട്ടത്തിനുണ്ട്. പിന്നെ വിശാഖത്തിനും ശത്രുവിനും മിത്രമാക്കാനുള്ള കഴിവുണ്ട്. പല ആളുകൾക്കും ശത്രുവിനെ മിത്രമാക്കാനുള്ള കഴിവില്ല. അശ്വതിക്കൊന്നും തീരെയില്ല. ശത്രുവിനെ മിത്രമാക്കുന്ന പരിപാടികളൊന്നും അവരുടെ ജീവിതത്തിലില്ല. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴുള്ള നക്ഷത്രങ്ങൾ ഏകദേശം ചിത്തിര, അവർക്ക് റിയാക്ഷൻ അവർ തോന്നുന്ന രീതിയിലായിരിക്കും. ചിലപ്പം റിയാക്റ്റ് ഒന്നും ചെയ്യുമല്ലോ, മൗനം പാലിക്കുന്നതാണ് അവരുടെ രീതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോതി, വിശാഖം, അനിഴം, തൃക്കാട്ടം, മൂലം, പുരാടം, അനിഴം അങ്ങനെയുള്ള. പിന്നെ ചതയം റിയാക്ട് ചെയ്യുന്നത്. ചതയവും മൗനം പാലിക്കുന്നവരാണ്. റിയാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും, അല്ല പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല. നല്ല പരിചയം ഉണ്ടെങ്കിൽ ആളെ പരിചയം ഉണ്ടെങ്കിൽ അവർ റിയാക്ട് ചെയ്തോളൂ. പരിചയമില്ലാത്തവരോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്ത ആളുകളാണ് ചതയംകാരൻ. അപ്പം ഇതുപോലെ ഒട്ടുമിക്ക ആൾക്കാരും പിന്നെ റിയാക്ട് ചെയ്യുന്നില്ല. പിന്നെ റിയാക്ട് ചെയ്യുന്നതിന് ഏറ്റവും ഡൗൺ ആയി നിൽക്കുന്ന ആളുകളാണ് ദേവതയിലുള്ള ആളുകൾ. അവരുടെ റിയാക്ഷൻ വരുന്നത് വേറൊരു വ്യത്യസ്ത രീതിയിലാണ്. ഞാൻ പറഞ്ഞു, മൂഡ് ചേഞ്ച് ആവുന്നതനുസരിച്ചായിരിക്കും റിയാക്ഷൻ വരിക.
ഇന്നിപ്പോൾ ഒരാളോട് ദേഷ്യം തോന്നി, 2 ദിവസം കഴിയുമ്പോൾ ചെറിയ ദേഷ്യക്കുറവ് പോകും. ഉച്ച കഴിയുമ്പോൾ വീണ്ടും ദേഷ്യം തോന്നും, ഉച്ചയ്ക്ക് ദേഷ്യം കുറയും. അതിനനുസരിച്ചുള്ള റിയാക്ഷൻ മാറിയും മറിഞ്ഞു ഇരിക്കും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് രേവതിപ്പെട്ടവർ. പക്ഷേ കർക്കശമായ രീതിയിൽ അവർക്ക് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും ആളുകൾ നാന്നിരിക്കും. പക്ഷേ ആ ശത്രുത വന്ന ആളെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിക്കും, വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഇടയ്ക്ക് കയറി വരും. അപ്പം വീണ്ടും എന്തെങ്കിലും മോശം അനുഭവം ഓർക്കും, ശരി ഇപ്പം ശത്രുത ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വീണ്ടും ചിന്തിക്കും. പക്ഷേ റിയാക്ഷൻ്റെ തോത് കുറയുന്നുണ്ട്. എങ്ങനെയാണ് റിയാക്ഷൻ്റെ തോത് കുറയുക? തോത് കുറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ നക്ഷത്രവും അവസാനത്തെ നക്ഷത്രവും തമ്മിലുള്ള അന്തരമാണ്. അതായത് ഒന്നാമത്തെ നക്ഷത്രത്തിന് 27 നക്ഷത്രത്തിന് അത് 26 നക്ഷത്രത്തിൻ്റെയും സ്വഭാവ രീതിയിൽ ഫസ്റ്റ് വരുന്ന നക്ഷത്രം അശ്വതിയാണെങ്കിൽ ഫസ്റ്റ് നക്ഷത്രത്തിന് 27 നക്ഷത്രത്തിൻ്റെയും സ്വഭാവത്തിൽ എല്ലാ സ്വഭാവവും അശ്വതിയിലുണ്ടാവും, ഒന്നാമത്തെ ആളായതുകൊണ്ട്. സെക്കൻഡ് വരുന്നതനുസരിച്ച് ഇതിങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അതനുസരിച്ച് കാന്തിക മണ്ഡലം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആകർഷണവും വീർഷണവും കോപവും കഴിവുകളുമെല്ലാം വ്യത്യസ്തമായ രീതിയിലേക്ക് പടർന്നു പോവുകയാണ്. നമുക്കറിയാം, ഒരു തിരി കത്തിച്ചു വെച്ചു അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ചു, അതിന് അടുത്തിരിക്കുമ്പോഴേ ചൂടുള്ളൂ. അകന്നിരിക്കുമ്പോൾ നമുക്ക് വെളിച്ചം ലഭിക്കുന്നുണ്ടെങ്കിലും ചൂട് ലഭിക്കാറില്ല. വളരെ ദൂരെയാണ്, ഒരു വനത്തിന് നടുവിലാണ് ഈ തീ കത്തിയിരിക്കുന്നത് കരുത്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെറിയൊരു വെട്ടം തെളിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും. ആ ഒരു വെട്ടം തെളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയേ ഉള്ളൂ രേവതിയുടെ അടുത്തോട്ട് പോകുന്ന ആ ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി. പക്ഷേ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന അശ്വതിയാണ് ഏറ്റവും ചൂട് നിൽക്കുക. ഒന്ന്, ഭരണി വെട്ട് താഴോട്ട് വരുന്നതനുസരിച്ച് ആ താപനില കൂടുകയല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കോപം വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് റിയാക്ഷൻ വരിക, എങ്ങനെയാണ് ജീവിതത്തിൽ ബാഹ്യം വരിക, എങ്ങനെയാണ് ശത്രു നക്ഷത്രങ്ങളുടെ പെരുമാറ്റം, എങ്ങനെയാണ് പൊരുത്തമില്ലായ്മ അനുഭവം, എങ്ങനെയാണ് ജീവിതത്തിൽ തടസ്സം വരിക, എങ്ങനെയാണ് ജീവിതത്തിൽ സാമ്പത്തിക യോഗം വരിക, കോടീശ്വര യോഗം വരിക, വ്യത്യസ്തമായ ജീവിതാനങ്ങൾ, മാനസികമായ പീഡന അനുഭവങ്ങളൊക്കെ വരുന്നത് ഈ കാന്തിക മണ്ഡലത്തിൻ്റെ അകലം കൂടുന്നതിനനുസരിച്ചാണ്. ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി നക്ഷത്രം തന്നെയാണ്. ഇത്രയും ശത്രു നക്ഷത്രങ്ങൾക്ക് കുറവുള്ള നക്ഷത്രം, 3/4 പങ്കും പൊരുത്തമുള്ള നക്ഷത്രമാണ് രേവതിക്കാർക്ക് ഏറ്റവും ലക്കാണ്. പക്ഷേ രേവതിക്കാർ ലളിതമായ ജീവിതം തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ അത് പൂർണ്ണമായി ഉപയോഗിക്കാറില്ല. പുരുഷന്മാർ മാത്രമേ ലളിതമല്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കും. രേവതിയിലുള്ള സ്ത്രീകൾ ലളിതമായ ജീവിതത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ രേവതിയിലുള്ള സ്ത്രീകളുടെ ഉയർച്ചയൊക്കെ കൂടുതൽ ഉയർച്ച പുരുഷന്മാർക്ക് തന്നെയാണ് ലഭിക്കുക. അതാണ് പ്രത്യേകത, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുരുഷന്മാർക്കാണ് കൂടുതൽ, അവർക്ക് അല്പം സ്വാർത്ഥത്തിലുണ്ട്, മുന്നോട്ട് പോകണ ചിന്തയുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകണമെന്ന ചിന്തയൊന്നും അധികമില്ല. ഒരു താഴോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കും. പക്ഷേ ഏറ്റവും നന്നായി എനിക്ക് തോന്നിയിരിക്കുന്നത് രേവതി നക്ഷത്രമാണ്. പിന്നെ നമുക്ക് ഇപ്പം മകീര നക്ഷത്രത്തെ പറയാം. വിദേശവാസ യോഗം കൂടുതലുള്ള നക്ഷത്രമാണ് മകീരം. വളരെയധികം അവർക്ക് ഒരു ജീവിതത്തിൽ വളരെയധികം വിദേശവാസ യോഗ്യം, നല്ല രീതിയിൽ സാമ്പത്തികം, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് മകീരം. അതുപോലെ തന്നെ പുണർതത്തിന് പണം കൂടുതൽ കിട്ടും, ജോലി കൂടുതൽ കിട്ടും. പക്ഷേ ജീവിതത്തിൽ ചില കഷ്ട അനുഭവങ്ങളുണ്ട്. പുണർതം നല്ലൊരു നക്ഷത്രമാണ്. ഭരണി നല്ലൊരു നക്ഷത്രമാണ് വളരെയധികം. പിന്നെ അശ്വതി നക്ഷത്രം വരുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. പൂർണ്ണമായും നമുക്കൊരു സന്തോഷം, എപ്പോഴും ഒരു മാനസികമായി സന്തോഷിച്ചു എന്ന് പറയാനുള്ള അവസ്ഥ നമുക്ക് തോന്നാറില്ല. എന്നാൽ മാനസികമായി സന്തോഷിക്കുന്നവരുണ്ട്. ചോദ്യ നക്ഷത്രം മാനസികമായി വളരെ സന്തോഷിക്കും. സന്തോഷിക്കാനുള്ള അനുഭവം അവർ തന്നെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അവർ മാക്സിമം സന്തോഷിക്കും. തിരുവാതിര മാക്സിമം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവരതിൽ മാക്സിമം സന്തോഷിക്കും. അതുപോലെ തന്നെ പുണർതം കഷ്ടാനുഭവങ്ങളുണ്ടെങ്കിലും സന്തോഷിക്കാനുള്ള അനുഭവങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് മാക്സിമം സന്തോഷിക്കും. പൂരാടം സന്തോഷിക്കാനുള്ള അനുഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മാക്സിമം അവർ സന്തോഷിക്കും. അവർക്ക് സന്തോഷിക്കാൻ അവർ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അവർ സന്തോഷിക്കും. ആർക്കിപ്പോൾ എന്ത് പറ്റി കിടക്കുവാണേലും അവർ സന്തോഷിക്കും. ഈ പറഞ്ഞ ആളുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സന്തോഷിക്കും. ചിത്തിര സന്തോഷകരമായ അനുഭവങ്ങളും കലാപ്രവർത്തനങ്ങളും അവർ മാനസികമായ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അവർ സന്തോഷിക്കും. എന്നാൽ സന്തോഷിക്കാത്ത ആളുകൾ, തൃക്കേട്ടയിലുള്ളവർ അത്ര സന്തോഷം പോരാ, അശ്വതിയിലുള്ളവർ അത്ര സന്തോഷം പോരാ. ഭരണിക്കാർ സന്തോഷിക്കുന്നുണ്ടെങ്കിലും മനസ്സിലെ വടംവലി കാരണം ചില സമയം അവർക്ക് സന്തോഷം കിട്ടാതെ വരികയാറുണ്ട്. ചില സമയം അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടും അവർക്ക് അത്ര സന്തോഷമൊന്നും ലഭിക്കാറില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്ന ആൾക്കാരുടെ രോഹിണി, അവർക്കത്ര സന്തോഷമല്ല. ഇതിൽ രോഹിണി നമ്മളവർക്കും വളരെ സന്തോഷത്തിലാണ് അവർ നിൽപ്പ് എന്ന് തോന്നിയാലും അവർ ഒട്ടും സന്തോഷത്തിലല്ല. അവർക്ക് ഏറ്റവും കൂടെ കലാപരമായ കഴിവുണ്ട്, സാമ്പത്തികമായി വളരെ ഉയരമുള്ള കഴിവർക്കുണ്ട്, കോടീശ്വരന്മാരാനുള്ള കഴിവുണ്ടെങ്കിലും അവർക്ക് സന്തോഷം പോരാ, ശരിക്കും പോരാ, സന്തോഷം പോരാ എന്ന് പറഞ്ഞാൽ സന്തോഷം കുറവ് തന്നെയാണ്. വളരെയധികം തിക്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന ആളുകളാണ് രോഹിണി.
കാർത്തിക സന്തോഷിക്കാറുണ്ട്. കാർത്തികയ്ക്ക് പേരും പ്രശസ്തിയും കിട്ടുമ്പോൾ കാർത്തിക സന്തോഷിക്കും. അതവരുടെ ജീവിതത്തിലുണ്ട്. പിന്നെ രോഹിണിക്ക് പേരും പ്രശസ്തിയുണ്ട്, പക്ഷേ അവർക്ക് പൂർണ്ണമായ സന്തോഷം എപ്പോഴും പുറകോട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒന്ന്, അവർ സ്വയം സന്തോഷിക്കാൻ മടി കാണിക്കും. രണ്ട്, അവർക്ക് ലഭിക്കുന്ന സന്തോഷത്തിൽ ചില സമയം അവർ തൃപ്തരാവണമെന്നില്ല. ബാക്കി പറഞ്ഞ മകയിലും തിരുവാതിര സന്തോഷിക്കാൻ സമയം നീട്ടി വെക്കുന്നുണ്ട്, അവർ സന്തോഷിച്ചു. പുറത്തക്കാരും സന്തോഷിച്ചു. ചോദ്യക്കാർ നന്നായി സന്തോഷിക്കുന്നവരാണ്. അവർക്ക് സന്തോഷിക്കാൻ മാത്രമേ കൂടുതൽ ടൈം ഉള്ളൂ. പിന്നെ അവരുടെ വാർദ്ധക്യ കാലത്തിൽ മാത്രമേ ഉള്ളൂ അവർക്ക് സന്തോഷത്തിന് കുറവനുള്ളൂ. അല്ലാത്തവരും അവർ സന്തോഷിക്കാനായിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഭവനത്തിൽ വലിയ പ്രശ്നമാണെന്ന് കരുതുക, കുറച്ചു കാലം മറ്റെവിടെയെങ്കിലും പോയി ഇവർ നിൽക്കും. അപ്പം മക്കളുടെ വീട്ടിലോ മറ്റുള്ളവർ, അപ്പോൾ അത്രയും ദിവസം അവർക്ക് സന്തോഷം കിട്ടും. ചില ആളുകൾക്ക് ഭവനത്തിൽ സ്റ്റക്കായി പോയി പിന്നെ സ്റ്റക്ക് ആയത് തന്നെയാണ്, പിന്നെ പുറത്തോട്ട് പോക്കുണ്ടാവുമല്ലോ. എങ്കിൽ ഭവനത്തിൽ സ്റ്റക്കാവാത്ത ആൾക്കാരാണ് മകയിലും തിരുവാതിരയും പുറത്തക്കാരും ഒക്കെ, ആയില്യംകാരൊക്കെ. ആയില്യംകാർക്ക് സന്തോഷമുണ്ട്. ആയില്യം വളരെയധികം സന്തോഷിക്കുന്ന ആളുകളാണ്. ആയില്യം സാമ്പത്തികം മുടക്കിയിട്ട് വസ്ത്രങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളും സമ്മാനങ്ങളും കാര്യങ്ങളും കൂടുതൽ ആകർഷിക്കാൻ കഴിവുള്ളവരാണ് ആയില്യം നക്ഷത്രത്തിൽപ്പെട്ടവർ. പൂരാട നക്ഷത്രക്കാർ എങ്ങനെയാണ് സന്തോഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ കണ്ടിട്ടാണ് അവർ സന്തോഷിക്കുക. ടി വി കാണുക, സിനിമ കാണുക, കലാപ്രവർത്തനങ്ങൾ കാണുക, ഗാനമേള കാണുക, പാട്ടുകൾ കാണുക, പരിപാടികളെ അഭിനയിക്കുക, പിന്നെ അവർക്ക് ചില പ്രോഗ്രാമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതായത് സ്പോർട്സ് കാര്യങ്ങൾ കാണുക, അടി ഇടി തൊടി തുടങ്ങിയ കാര്യങ്ങൾ ടി വിയിൽ കാണാൻ, സ്റ്റണ്ട് പടമൊക്കെ കാണാൻ പൂരാടത്തിൽപ്പെട്ട സ്ത്രീക്കും ഇഷ്ടമാണ്, പുരുഷനും ഇഷ്ടമാണ്. മിക്ക ആൾക്കാർക്കും വയലൻസ് പേടിയാണ്. അതാണ് മറ്റൊരിത്. വയലൻസ് പേടിയില്ലാത്ത ആളുകളാണ് പൂരാടംകാർ. വയലൻസ് പേടിയുള്ള ആളുകളാണ് മൂലം നക്ഷത്രത്തിൽപ്പെട്ടവർ. പലർക്കും വയലൻസ് പേടിയുണ്ട്, അല്പം അവർ പുറകോട്ട് പോകും. പക്ഷെ അവർ വയലൻസ് ചെയ്യും. അവർക്ക് വയലൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് വയലൻസ് കാണാൻ ഇഷ്ടമില്ല. അവർക്ക് പല പ്രോഗ്രാമും കാണാൻ ഇഷ്ടമില്ല. അവർക്ക് പ്രണയകഥ, റൊമാൻസ് തുടങ്ങിയ കാര്യങ്ങളോ അല്ലെങ്കിൽ സാഹിത്യം അല്ലെങ്കിൽ സങ്കടം വരുത്തുന്ന കാര്യങ്ങളോ ഒന്നും കാണാൻ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാനോ, അവർക്ക് വേണം പ്രോഗ്രാം അവരെ ഏൽപ്പിച്ചാൽ അവർ വേണം ചെയ്യും. മനസ്സിലായോ? പ്രോഗ്രാം ഏൽപ്പിച്ചാൽ അവർ ചെയ്യും, പക്ഷേ പ്രോഗ്രാം കാണാനുള്ള ക്ഷമ അവർക്കുണ്ടാവത്തില്ല. അതുപോലെ തന്നെ വയലൻസ് കാണാനായിട്ടുള്ള താല്പര്യം പല നക്ഷത്രക്കാർക്കും ഇല്ല. ഇതിലാരൊക്കെ വയലൻസ് കാണും, വയലൻസിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരവാദിപ്പെട്ടവർക്ക് വയലൻസ് ഇഷ്ടമാണ്. വയലൻസ് പോയി ഉണ്ടാക്കുന്നതല്ല, വയലൻസ് കാണാനൊക്കെ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ പൂരാടംകാർക്ക് വയലൻസ് പ്രോഗ്രാമിൽ സ്റ്റണ്ട് അടി തൊഴി കാര്യങ്ങളൊക്കെ വരുന്നത് ഇഷ്ടമാണ്. പിന്നെ ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അല്പം വയലൻസ് സീനുകളൊക്കെ കുഴപ്പമില്ല, അവർ കണ്ടിരിക്കും. എന്നാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർ. രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വയലൻസ് തരി പോലും ഇഷ്ടമില്ല. അവർക്കത് സഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തിരുവാതിരക്കാർക്ക് വയലൻസ് കാണുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വയലൻസ് കാണുന്ന ബുദ്ധിമുട്ടാണ്. മൂലം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വയലൻസ് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പുണർതംകാർക്ക് വയലൻസ് തരി പോലും ഇഷ്ടമില്ല. തരി പോലും വയലൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പുണർതംകാർ. അതങ്ങനെയാണ് അവരുടെ രീതി. അവർക്ക് വയലൻസ് ഇഷ്ടമില്ല. ആയില്യംകാർക്ക് സമനിലയാണ്. ചില സമയം സ്പോർട്സിന് ഇഷ്ടമായതുകൊണ്ട് വയലൻസ് ഇഷ്ടപ്പെടും, പക്ഷെ കംപ്ലീറ്റ് ഒരു വയലൻസ് അവർ ഇഷ്ടപ്പെടുന്നില്ല. വയലൻസ് മാത്രമുള്ള ഭയങ്കര വെടിവെപ്പും പൊട്ടിത്തെറികളും ഒക്കെ ഉള്ള സിനിമകളുണ്ടല്ലോ, യുദ്ധമൊക്കെ മെഷീൻ കണ്ടൊക്കെ പൊട്ടുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും അവർക്കില്ല. അവർക്കപ്പം സാഹിത്യപരമായി കഥയുടെ സാങ്കല്പങ്ങളെല്ലാം മാറുന്ന രേവതിക്കാരും അത്തരം കഥകളാണ് ഇഷ്ടപ്പെടുന്നത് കൂടുതൽ. അങ്ങനത്തെ കഥകൾ സാഹിത്യമായി നല്ല കഥയുള്ള നല്ല സാരാംശമുള്ള പ്രോഗ്രാമുകൾ കാണാൻ, കോമഡി കാണാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് രേവതിക്കാർ. പക്ഷേ ഇതിൽ വയലൻസിനെ സ്നേഹിക്കുന്ന ആളുകൾ, വയലൻസ് കൂടുതലായിട്ട് കാണുന്ന ആൾക്കാരാണ് അശ്വതി, പൂരാടം, ഉത്രട്ടാതി, ചോതി തുടങ്ങിയ നക്ഷത്രം. ബാക്കിയുള്ളവർക്കൊക്കെ വയലൻസിനോട് അല്പം അകലമാണ്. ഇത്തരം ആളുകളാണ് ചില സമയങ്ങളിൽ നമ്മളോട് സ്പോർട്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സമയം അത് ഇഷ്ടപ്പെടാത്ത ചില നെഗറ്റീവൊക്കെ സംസാരിക്കാൻ കാരണം വരുന്നത്. കാരണം അവർക്ക് വയലൻസിനോട് അല്പം ആറ്റമാണ്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വൈ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകളുടെ അന്ന് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞു വൈ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകൾ. ഇപ്പം ഞാൻ പറയും യമുന എന്ന പേര് ഒരു വൈയിൽ തുടങ്ങുന്ന പേരാണ്. അപ്പം വൈയിൽ പെടുന്ന ആളുകളുടെ മൈൻഡ്, ഇപ്പം മാനസിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ലെറ്ററാണ്. പിന്നെ എക്സ് വൈ ഇഫഡിൻ്റെ ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പേരുകളില്ല. എക്സിലൊക്കെ തുടങ്ങുന്ന പേരുകൾ നമ്മൾ വാങ്ങിയ ഇംഗ്ലീഷ് പേരുകളിലേ ഉള്ളൂ. എക്സ് വൈ വരുമ്പോൾ പിന്നെ വൈയിലാണ് പേരുകൾ. എണ്ണം കുറവാണ് വൈയിലുള്ള പേരുകൾ, വളരെ കുറവാണ്. മാത്രമല്ല വൈയിലൊരു പേരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കും.
കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും, കേട്ട് വരുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന പേരായിരിക്കും. ഇപ്പം യമുന, യാമിനി, യശോദ പോലുള്ള പേരുകൾ, അങ്ങനെയുള്ള പേരുകൾ, യദു, അങ്ങനെയുള്ള പേരുകൾ എത്ര പേർക്കുണ്ട്? എല്ലാവർക്കും ഇല്ലല്ലോ. എ കൂട്ടിയുള്ള പേരുകളുണ്ട്. എ കൂട്ടിയുള്ള കുന്നു കണക്കിന് പേരുണ്ട്, നമുക്ക് തന്നെ തെറ്റും. ബി കൂട്ടിയുള്ള കുന്നു കണക്കിനുള്ള പേരുകളുണ്ട്, നമുക്ക് തെറ്റും. സി ഉണ്ട്. പക്ഷേ വൈ കൂട്ടിയുള്ള പേരുകളെല്ലാം വ്യത്യസ്തമാണ്, യുണീക്കായിട്ട് എടുത്തു നിൽക്കുന്ന പേരുകളാണ്. ഒരു 100 പേരുടെ പേരുകൾക്കിടയിൽ ഇപ്പം യമുന എന്നൊരു പേര് കാണുകയാണെങ്കിൽ അതിലേക്ക് നമ്മളിങ്ങനെ തുറച്ചു നോക്കും, ഈ പേര് കൊള്ളാലോ എന്ന് കാണും. അപ്പം ഈ ഒരു പേര് വരുന്നവരും യമുന എന്ന് പറയുന്നൊരു പേര്, അപ്പം അത് ഒരു നദിയാണ്, നദി. അപ്പം നദിയുടെ ഓളങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, ഒഴുകിയാണ്, മനസ്സിലായി? അപ്പം വഴിയിൽ ഞാൻ പറയാം യമുന, യാമിനി, യദു ഇത്ര പേരൊക്കെ ഉള്ളൂ. പിന്നെ ചില പേരുകൾ നമ്മൾ കേട്ടിട്ടില്ല, നമുക്കറിയത്തില്ല. അപ്പം ചില പേരുകൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും പ്രത്യേക രീതിയിൽ സഞ്ചരിക്കുന്ന, ഒരു പാമ്പ് കഴിയുന്ന പോലെ തന്നെ സഞ്ചരിക്കുന്ന, പല ദിശയിലേക്ക് തല തിരിക്കാൻ കഴിവുള്ള ഒരു മൈൻഡാണ് വൈ ലെറ്ററിൽ വരുന്നവർക്ക് എല്ലാം. അപ്പം അവരുടെ പേരുകൾക്ക് ഒരു പ്രത്യേക രൂപമായിരിക്കും. ഇപ്പം യമുന എന്നൊരു പേര് നമ്മളൊരു നോട്ടീസിൽ കാണുകയാണെങ്കിൽ ആ ഒരു അക്ഷരത്തിൻ്റെ ഒരു ഘടന നിൽക്കുന്നത് വളരെ ഉയർന്നിട്ടായിരിക്കും. പക്ഷേ യബിൻ, ബിബിൻ എന്നുള്ള പേരുകൾ നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? മെലിഞ്ഞിട്ട് നീണ്ടു നിൽക്കും, ഇങ്ങനെ ഒരു അടിക്ക് പോലെ. പക്ഷേ യമുന എന്നുള്ള ഈ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ ഒരു ഒരു വിസ്താരമുള്ള രീതിയിലാണ് ആ ഒരു പേര് നിൽക്കുന്നത്. ഒറ്റയടിക്ക് അതിന് ആകർഷണമുണ്ട് എന്ന് പറയുമ്പോൾ യായിൽ തുടങ്ങുന്ന എല്ലാ പേരുകൾക്കും വൈയിൽ തുടങ്ങുന്ന എല്ലാ പേരുകൾക്കും ഒരു ആകർഷണമുണ്ട്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റും അതേ രീതിയിലുള്ള ആകർഷണം ഏറ്റവും കൂടുതൽ ആളുകളാണ്. പക്ഷേ കൂടുതലായിട്ടും സങ്കടങ്ങളും മനപ്രയാസങ്ങളും ചില സമയം ഇവരെ ആക്രമിക്കാറുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയും വൈയിൽ തുടങ്ങുന്ന ആളുകൾക്കും വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഈ ചാനലിലേക്ക് ആദ്യം വരുന്നവരാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.